ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഞാൻ ഈ പുതിയ ഹെൽമെറ്റ് മേടിച്ചിട്ടിപ്പം കുറച്ച് നാളായി. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മന്ത് കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ പോലാണ്. അത് പലരും ചോദിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലായാലും മെസ്സേജൊക്കെ ചോദിക്കാറുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന്. അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കോ കാര്യങ്ങളൊന്നും അല്ല, ഫീച്ചേഴ്സൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. അതൊക്കെ നമുക്ക് വെബ്സൈറ്റിലും അവരുടെ തന്നെ വീഡിയോസൊക്കെ ഉണ്ട്. ഞാനിതൊരു യൂസർ എന്നുള്ള നിലയിൽ എനിക്കെങ്ങനെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊരു വീഡിയോ ആണിത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തത് SMKയുടെ ടൈഫൂൺ എന്ന് പറഞ്ഞ മോഡലാണ്. അത് ഓൾമോസ്റ്റ് 4 ഇയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ഡെയിലി യൂസായിട്ട് ഉപയോഗിക്കുകയാണ്, SMK ടൈഫൂൺ. അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വെയിറ്റ് തന്നെയാണ്. ഇതിന് വെയിറ്റ് കുറവാണ്. SMK പൊതുവേ നല്ല വെയിറ്റുള്ള ഹെൽമെറ്റ്സാണ്. ഓൾമോസ്റ്റ് 1650 ഗ്രാം എന്തോ ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 1.5 കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു ആ SMKക്ക്. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പം ആദ്യമേ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെയിറ്റാണ്. വെയിറ്റ് നല്ലോണം കുറവായിട്ട് ഫീൽ ചെയ്യും. പിന്നുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം വിൻഡ് ഇച്ചിരിയുടെ റെസിസ്റ്റൻസ് ഇത് അടിപൊളിയാണ്. നമ്മൾ പക്ക എയറോഡൈനമിക്കാണ് ഈ ഷെല്ല്. അത് വലിയ വ്യത്യാസമൊന്നുമല്ല, നമ്മളത് ക്രൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ വ്യത്യാസം നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ. കണ്ടിന്യൂസ് ക്രൂസിങ്ങിൽ, കാരണം ചെറിയൊരു ബഫറ്റിംഗ് ഒക്കെ കുറവാണ് ഈ ഹെൽമെറ്റ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് കൊണ്ടായിരിക്കണം, നല്ല എയറോഡൈനമിക് ഡിസൈൻ ആയതുകൊണ്ടാവണം. പിന്നെ ഒരു വലിയ സ്പോയിലർ എക്സ്ട്രാ വന്നിട്ടുണ്ട് ആദ്യം മേടിച്ച ഹെൽമെറ്റ് ആയതുകൊണ്ട്. അതായത് അവരൊരു ആക്സസറീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു അഡീഷണൽ സ്പോയിലർ. അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ, ആദ്യം മാത്രമല്ല ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതായത് SMK ഡ്യുവൽ വൈസറാണ്, എല്ലാവർക്കും അറിയാം. ഇത് സിംഗിൾ വൈസറാണ് വരുന്നത്. അത് തന്നെ ഒരു ഉപകാരവും ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയാമല്ലോ. നമുക്കിതിന് സിംഗിൾ വൈസർ ആയതുകൊണ്ട് വെയിറ്റ് കുറവായിരിക്കും. പക്ഷേ ദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് ഡേയും പോകുമ്പോൾ നമുക്ക് ക്ലിയർ വൈസർ ആണെങ്കിൽ നല്ല വെയിലടിക്കും. സ്മോക്ക് വൈസർ ആണെങ്കിൽ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ നോക്കില്ല. അതാണൊരു ചെറിയ ഇഷ്യൂ. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്മോക്ക് വൈസറാണ്, കാണാം. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നൈറ്റ് വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ തുറന്ന് വെച്ച് ഓടിക്കണം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ KYT ഇനിഷ്യലി ഉള്ള മോഡലിനൊക്കെ നമ്മുടെ കുഷ്യൻ അത്ര നല്ലതല്ലെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. TT കോഴ്സിനൊക്കെ കുഷ്യൻ അത്ര എന്ന് വെച്ചാൽ പ്രൈസിനനുസരിച്ച് കേട്ടോ. ഇപ്പം പ്രൈസിനനുസരിച്ചുള്ള കുഷ്യൻ അല്ല അതിന് കൊടുക്കുന്നത്. അതിൻ്റെ ഷെൽ അടിപൊളിയാണെങ്കിലും കുഷ്യൻ മോശമാണെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മോഡലിൽ അവർ കുഷ്യൻ ബെറ്റർ ആക്കിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുഷ്യനാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ചെറിയ ഹെൽമെറ്റായിരുന്നു ഇഷ്ടം. ഐ മീൻ എൻ്റെ തല ചെറുതാവുമ്പം അതിനനുസരിച്ചുള്ള ഹെൽമെറ്റ്, അല്ലെങ്കിൽ ഞാനില്ല വലിയ ഒരു സാധനം തല വെച്ചുകൊണ്ട് നടക്കുന്നുള്ളൊരു ഫീലായിരുന്നു. SMK അതുപോലായിരുന്നു, നാരോ ഡിസൈനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആക്സോർ ഒഴിവാക്കി SMK അന്ന് എടുത്തത്. അങ്ങനെ നോക്കിയപ്പം ഞാൻ LS2 ഒഴിവാക്കി ഇതെടുക്കാനുള്ള കാരണം അതായിരുന്നു. അല്ലെങ്കിൽ LS2ന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ഡ്യുവൽ വൈസർ എന്നുള്ളതും. അതേപോലെ നമ്മുടെ വിൻഡ് റെസിസ്റ്റൻസ് ഭയങ്കര വിൻഡ് നോയ്സ് ഭയങ്കര കുറവാണ് LS2 യൂസ് ചെയ്തവരുടെ നല്ല റിവ്യൂ ആണ്. ഒട്ടും വിൻഡ് നോയ്സ് ഇല്ലെന്ന് പറയും. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ വിൻഡ് നോയ്സ് അത്യാവശ്യം ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ആക്സോർ പോലെ SMK പോലെ ഒന്നും അല്ല, ഒരു MT-യെക്കാട്ടിലും ബെറ്റർ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. MT ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ വേറെ ഒരാൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ MT-യെക്കാട്ടിലും വിൻഡ് നോയ്സ് കുറവാണ് KYTക്ക്. ഹൈ സ്പീഡിലുള്ളൂ കേട്ടോ. ഹൈ സ്പീഡിൽ എന്ന് പറയുമ്പോൾ ഒരു 140-ക്കൊക്കെ അപ്പുറമൊക്കെയാണ്. 120, 140-ക്കൊക്കെ വരുമ്പോഴേ നമുക്ക് വിൻഡ് അറിയാറുള്ളൂ, വിൻഡ് നോയ്സ് കേൾക്കാറുള്ളൂ. പിന്നീട് ഹെൽമെറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ എയർ വെൻറ്റിൻ്റെ കാര്യമാണ്. എയർ വെൻറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലേ പ്രോപ്പർ എയറോഡൈനാമിക് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പിന്നെ ഫ്രണ്ടിലത്തെ എയർ വെൻറ്റൊന്നും അങ്ങനെ ഓപ്പൺ ആക്കാറില്ല, കാരണം വിൻഡ് നോയ്സ് അങ്ങനെ കേൾക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ്. അല്ലാതെ പ്രോപ്പർ ഡിസൈനാണ്.
എയർ വെൻ്റൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. നമ്മൾ വണ്ടി ഓടി തുടങ്ങിയാലൊന്നും നമുക്ക് ചൂടോ ഒന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ KYTയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്സിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള ബ്രാൻഡ് ഇപ്പം നമ്മൾ MT ഒക്കെയോ വെച്ച് നോക്കുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. KYTയുടെ പാർട്സ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ഓണേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വൈസറൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ സ്പെയർ പാർട്സായിട്ട് കിട്ടണമെങ്കിൽ ഇച്ചിരി ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ റീജിയൻ അനുസരിച്ച് മാറും. ഇപ്പോൾ ബാംഗ്ലൂരുള്ളവർക്കൊന്നും അത്ര ബുദ്ധിമുട്ട് കാണത്തില്ല. അതുപോലെ കൊച്ചിയിലുള്ളവർക്ക്, ഇപ്പോൾ പ്രോമിനൻറ്റ് സിറ്റിയിൽ ഇവരുടെ മെയിൻ എന്താ പറയുന്നത്, ഇങ്ങനത്തെ ഔട്ട്ലെറ്റ്സ് ഉള്ളിടത്തൊന്നും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഇല്ല. അല്ലാതെ ഇപ്പോൾ നമ്മൾ ദൂരെ നിന്നൊക്കെയുള്ളവർ ഓൺലൈൻ മേടിക്കുന്നവർക്കൊക്കെയാണ് ബുദ്ധിമുട്ട്. സ്പെയർ പാർട്സ് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് ഓവറോൾ അഭിപ്രായം. എനിക്കിതുവരെ ഒന്നും മാറേണ്ട വന്നിട്ടില്ല. ഹെൽമെറ്റിൻ്റെ ഓവറോൾ ലുക്ക് കാണേണ്ടവർക്കൊക്കെയും പിന്നെ അതേപോലെ ഡിസൈൻ ഞാൻ മേടിച്ച വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ വീഡിയോയുടെ. അതിനകത്ത് ഞാൻ ഫുൾ ഓവറോൾ ലുക്കും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയമില്ലാത്തവർക്ക്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ മേടിക്കുമ്പോൾ 8500 ആണ് ഹെൽമെറ്റിൻ്റെ ബേസ് പ്രൈസ്. പിന്നെ സ്മോക്ക് വൈസറിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. സ്മോക്ക് വൈസർ ഫുള്ളി സ്മോക്ക് വൈസറുണ്ട്, ട്രാൻസ്പെറൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളി സ്മോക്ക് വൈസറാണ് എടുത്തത്. അതെല്ലായിടത്തും കിട്ടാനും പാടാണ്. ഇത് പുതിയ മോഡലായതുകൊണ്ടാണ്. സ്മോക്ക് വൈസറൊക്കെ എല്ലായിടത്തും ഇല്ലായിരുന്നു. ഞാനെങ്ങനെയാണ്, ബാംഗ്ലൂരാണ്, ഞാൻ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മോട്ടോ ഡ്രിഫ്റ്റിൽ പോയാണ് ഞാൻ മാറിയത്. കാരണം ഈ ഹെൽമെറ്റ് 1-2 കടകളിലുണ്ടായിരുന്നു. പക്ഷേ സ്മോക്ക് വൈസർ എല്ലാത്തിടത്തും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മോട്ടോ ഡ്രിഫ്റ്റിൽ പോയാണൊന്ന് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ വിഷനായാലും നല്ലൊരു വ്യൂ കിട്ടാറുണ്ട്. അതായത് 2 സൈഡിൽ നിന്നും നല്ലൊരു വ്യൂ, നമുക്ക് ആവശ്യമുള്ള റൈഡറിന് ആവശ്യമുള്ള വ്യൂ കിട്ടാറുണ്ട്. അല്ലാതെ ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻ്റെ പഴയ ഹെൽമെറ്റ് ആക്സോറിനെ വെച്ച് നോക്കുമ്പം ഓൾമോസ്റ്റ് സെയിം ലെവൽ ഓഫ് വിഷൻ ഇതിന് കിട്ടാറുണ്ട്. അതേപോലെ LS2ൻ്റെ മിക്ക ഹെൽമെറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ വൈഡറാണ് ഇതിൻ്റെ വിഷൻ എന്നാണ് എൻ്റെ ഞാൻ വെച്ച് നോക്കിയത് വെച്ച് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾക്ക് തന്നെ കാണാം, കണ്ടില്ലേ ഓവറോൾ ലുക്ക്. ഹെൽമെറ്റും ബാംഗ്ലൂർ സിറ്റിയിലാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. അതേപോലെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു വൈസർ ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അതായത് വൈസർ നല്ല ഒരു ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ വൈസർ തന്നെ തുറക്കാതിരിക്കാനും ഒക്കെ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഒരു വൈസർ ലോക്ക്. അതേപോലെ ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണത്. പിന്നെ ഈ ബഡ്ജറ്റിൽ വേറെ ബ്രാൻഡിൻ്റെ ഹെൽമെറ്റ് ഉണ്ട്. ഇപ്പം MTയുടെ ഒക്കെ 2-3 മോഡൽസ് ഉണ്ട്. അതേപോലെ LS2ൻ്റെ 2 മോഡൽസ് ഉണ്ട്. ഡ്യുവൽ വൈസറുള്ള മോഡൽസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം നൈറ്റ് ഡേ കണ്ടിന്യൂസ് ട്രാവലിംഗ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഡ്യുവൽ വൈസർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പകലൊന്നെങ്കിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് വൈസറിൽ പോകണം. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് വൈസർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പം അറിയാം, പകലൊക്കെ ആണെങ്കിൽ നല്ല വെയിലും ചൂടും നമുക്ക് അടിക്കും. ഇപ്പോൾ സ്മോക്ക് വൈസർ വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ബുദ്ധിമുട്ടാവും. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ സിംഗിൾ വൈസർ ഹെൽമെറ്റിൻ്റെ ബുദ്ധിമുട്ട്. അതർവൈസ് വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ട് വേണം സിംഗിൾ വൈസർ വേണോ ഡബിൾ വൈസർ വേണോ എന്ന് ചൂസ് ചെയ്യാൻ. പിന്നെ ഈ ഹെൽമെറ്റ് ചൂസ് ചെയ്യാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം, ഇത് നൈസ് ലുക്കാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബോഡിയും എൻ്റെ ഫേസും വെച്ച് എൻ്റെ ഹെഡും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സൈസുള്ള ഹെൽമെറ്റ് വൃത്തികേടാവും. എനിക്ക് നാരോ ലുക്കുള്ള ഹെൽമെറ്റാണ് ഇഷ്ടവും, ചേരുന്നതും അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളില്ല ഉറുമ്പിൻ്റെ തല പോലെ വലിയൊരു തലയും ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കേണ്ടി വരും. അതായിരുന്നു എൻ്റെ ഒരു റീസൺ. ഞാൻ LS2 നോക്കിയായിരുന്നു. LS2വും ഇതോടാണ് കമ്പയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഷെല്ല് നാരോ ആയതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. തല വെക്കുമ്പോൾ നമുക്കൊരു
എനിക്ക് പേഴ്സണലി എൻ്റെ സൈസിനനുസരിച്ച് ഇത് നൈസായിട്ട് ഫീൽ ചെയ്തു. ലുക്കായാലും കംഫർട്ടായാലും. LS2 എനിക്ക് നല്ല കംഫർട്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് അതിൻ്റെ ലുക്ക് ഭയങ്കര ബൾക്കിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ചോദിച്ചാൽ മതി. എന്നുവെച്ചാൽ ഹെൽമെറ്റ് റിലേറ്റഡ് ഈ KVTയുടെ, അതായത് എല്ലാ സംശയമൊന്നുമല്ല. ഹെൽമെറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസിനെ പറ്റി ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.